ഹലോ, ഇതാണ് നമ്മളുടെ രാമക്ഷേത്രം. ഇത് അകത്തല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് കാണിക്കുകയാണ്. അതാണ്ട് ഇത് ഇവിടെ ഒരു ഗോപുരമുണ്ട്, ഇത് ഇതിൻ്റെ വഴിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും നമ്മളുടെ മൊബൈല് അലൗഡല്ല. എനിക്ക് എത്രയാണ് പറ്റുന്നത് അത്ര എടുക്കുക. ഇത് ആൾക്കാർ കയറുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഭയങ്കര വെയിലാണ്. ഇതിപ്പോൾ നമുക്ക് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനായിട്ടൊരു ഷെഡുണ്ട്. അപ്പം ഞാനൊന്ന് ഇതൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എവിടം വരെ മൊബൈൽ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ശ്രീ രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്രം എന്നാണ് ഇതിന് എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, അതെൻ്റെ ഇത് ഗോപുരമുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒന്ന് രണ്ട് വലിയ വലിയ അമ്പലങ്ങളാണെന്ന് തോന്നുന്നു, ഗോപുരങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം എവിടെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ വലതുവശത്തായിട്ട്, അത് രാമജന്മ ക്ഷേത്രത്തിൻ്റെ അവിടെ, ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്താണ് കയറിയിരിക്കുന്നത്. നമ്മളിവിടെ ചെരുപ്പ് അതൊക്കെ, മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതൊക്കെ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കിയിട്ട് വന്നതാണ്. ഇതാണ് ഇവിടെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ ഇരുന്നാൽ നമുക്ക് വീൽ ചെയർ വേണമെങ്കിൽ കിട്ടും. ഇവിടെ ഒന്ന് രണ്ട് കൗണ്ടറൊക്കെ ഉണ്ട്, എല്ലാം അടച്ചിരിക്കുകയാണ്. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ അമ്പലം അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയായി, ഇനി തുറക്കുമ്പോഴേ പറ്റുള്ളൂ. ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ, അതിൽ തന്നെ പൂജ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത് പല പല ഇത് മാറി മാറി വരും. ഇപ്പം ശ്രീരാമചന്ദ്രൻ്റെ പല പല ഭാഗങ്ങളായിട്ട് ഓരോ ഫോട്ടോസാണ് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെഞ്ചാമരമൊക്കെ വീശുമല്ലോ നമ്മളുടെ അവിടെ. ഇത് ഓരോന്നോരോന്നോ മാറും. ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന് തോന്നുന്നു. നമ്മൾക്കിപ്പം അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അമ്പലം തുറന്നിട്ടേ ഇനിയും കയറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം അകത്തോട്ട് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിടം എടുക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് കണ്ട് എഴുതി കാണിക്കുന്ന കണ്ടില്ലേ. അപ്പം ഈ ഹോളൊന്നും കാണിക്കും. ഇത് കണ്ടോ, ഇത് ഒന്നും കോൺക്രീറ്റ് അല്ല ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ, തടിയൊന്നും അല്ല, ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് എന്നൊന്ന്, കമ്പിയും എല്ലാം കൊണ്ടപ്പം. ഇനി നോക്കട്ടെ, ഇത് ഇത്രയും കാണിച്ചു. ഇനിയിപ്പം ഇതാ കണ്ടോ, മാറുന്ന കണ്ടോ, അതിൻ്റെ മാറുന്നില്ല, കുറച്ച് പൊക്കി കാണിക്കും അത്. ശരി, പിന്നെ ഇനി അടുത്ത ഏതാണ് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കി അപ്പം കാണിക്കാം. ഇങ്ങനെ അവിടെ കാണിക്കാന്നല്ലാതെ ഇപ്പം മൊബൈൽ പിടിച്ച് വാങ്ങിക്കുമെന്നാണ് തോന്നുന്നത്. അവിടെ എല്ലാം പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. രാമക്ഷേത്രം കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, പണികൾ നടക്കുന്നേ ഉള്ളൂ. ഹനുമാൻ സ്വാമിയുടെ രാം ജ്യോതി കംപ്ലീറ്റ് ഹിന്ദിയൊന്നും വായിക്കാറുണ്ട്. നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ ഇത് കൊടുക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതൊന്നും അറിഞ്ഞുകൂടാ. മൊബൈൽ കൊടുക്കേണ്ടി വന്നാൽ അങ്ങ് കൊടുക്കണമല്ലോ. ഹലോ, ഞാൻ എൻ്റെ അയോധ്യയിലോട്ട് ശ്രീരാമ ക്ഷേത്രത്തിലോട്ട് നടന്ന് കയറാൻ പോവുകയാണ്. ഇവിടെ കുറേ ദൂരം മാത്രമേ മൊബൈൽ കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും ദൂരം കൊണ്ടുപോകാം, അല്ലാതെ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ടച്ച്. ഇവിടെ ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ. ഇവിടെയുള്ള മിക്കവർക്കും ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ. അതാണ് അതിനെക്കാട്ടി ഭയങ്കരമായിരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറട്ടെ. എത്ര ദൂരം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഞാൻ ഒരിക്കൽ അമ്പലം വരെ പോയി തൊഴുതിട്ട് വന്നതാണ്. അപ്പം മൊബൈൽ കൊണ്ടുപോയില്ല. പിന്നെ ഒന്നും നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിനെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മാത്രം കയറുന്നത്. പക്ഷേ അങ്ങറ്റത്ത് ഭഗവാന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, മൊബൈലിൽ എടുക്കുന്നുണ്ട് ആൾക്കാർ അവിടെ. അപ്പം ഞാൻ തിരിച്ചു ഇറങ്ങി വന്നപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കി. ഞാൻ ചോദിച്ചു, അവിടെ സെക്യൂരിറ്റിക്കാരോടും പോലീസുകാരോടും ഒക്കെ ഞാൻ ചോദിച്ചു, ഇതെന്താ അവിടെ എടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് VIP കളാണെന്ന്. ഞാൻ ചോദിച്ചു, VIP കൾക്ക് എന്താ കൊമ്പുണ്ടോ മൊബൈലിൽ എടുക്കാനെന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു. ഇതിനെപ്പറ്റി ഞാൻ മോദിജിക്ക് കംപ്ലൈൻറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ പറയണമല്ലോ നമ്മൾ, പിന്നെ അല്ലാതെ പിന്നെ എന്തോന്നാണ്.
അതുകൊണ്ട് നോക്കാം എത്ര ദൂരം എടുക്കാൻ പറ്റുമെന്ന്. ഇതാണ് വഴി. 1 കിലോമീറ്ററാണ് ദൂരമുള്ളത്. നമ്മൾ സൈഡൊക്കെ കണ്ടോ? ഞാൻ കുറച്ചുകൂടെ ഒന്നും പറയില്ല, ശ്വാസം മുട്ടൂല്ലേ. കയറ്റം തന്നെയാണ്, ചെറിയ കയറ്റം. ശബരിമല പോലെ ഒന്നും കയറ്റമില്ല, വളരെ ചെറിയ കയറ്റം. തണലുമുണ്ട്. ഇപ്പം മണി 1:15 കഴിഞ്ഞത്. സൈഡിലെ ബിൽഡിംഗ് ഒക്കെ കാണിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാണിക്കാം. പോലീസ് എവിടെയാണ് പിടിച്ചു നിർത്തുന്നത് അവിടം വരെ എടുക്കുള്ളൂ. ഇവിടെ ഒരു നല്ല ആൽമരം നിൽക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് കണ്ട ബിൽഡിങ്ങുകൾ. टावर नंबर 7 पर कर रही है। आप जहाँ कहीं पर हो आकर उनसे टावर नंबर 7 पर मिले। अवधेश कुमार फ्रॉम पाराई। ഇവിടെ ആലിലൊക്കെ മരത്തിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കത്തുന്നില്ല. എല്ലാം ബിൽഡിങ്ങൊക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇനിയും ബിൽഡിങ് കെട്ടാനായിട്ടുണ്ട്. ഇത് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിലും ഉണ്ട് നല്ല വാളൊക്കെ കണ്ടോ, അല്ല ആർട്ടിസ്റ്റിക്കായിട്ട്. അതായത് ഒരു ജനൽ പോലെ, ഒരു കൊട്ടാരത്തിൻ്റെ ജനൽ പോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു. ഭഗവാനെ ശ്രീരാമചന്ദ്ര ശ്രീരാം. കണ്ടോ, തിരിച്ച് ഇറങ്ങി വരുന്നവരെ കാണാമല്ലോ. ഇത്രയെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിപ്പം ശ്രീരാമക്ഷേത്രം വരെ പോയി തൊഴുതിട്ടാണ് തിരിച്ച് വന്ന് മൊബൈൽ ലോക്കറിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നത് കാണിക്കാനായിട്ട്. കുറച്ചാളുണ്ട് കേട്ടോ, നിറച്ചാളുണ്ട്. മിക്കവരും ഒരു മലയാളികളെ ഒന്നും ഞാൻ കണ്ടില്ല, കംപ്ലീറ്റ് ഹിന്ദിക്കാർ തന്നെ. ഇവിടുത്തെ ഭയങ്കര പ്രത്യേകത, ഒരൊറ്റ ഒരെണ്ണത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ആകെ അറിയാവുന്ന ഹിന്ദി മാത്രമാണ്. ഇതൊക്കെ അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. എവിടെയാണിത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നതെന്ന് അറിഞ്ഞു. നമ്മൾ VIP അല്ലല്ലോ. ഭയങ്കര ഭാഷകളല്ലേ വലിയ കുഴപ്പം. കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു കാച്ചിൽ കൂത്തിൽ ഹിന്ദിയും പറഞ്ഞ് അങ്ങോട്ട് അകലെ കാണുന്നുണ്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും തടയും ഇപ്പം മൊബൈലൊക്കെ. कहाँ जाएंगे? रुकिए इधर। कहाँ जाएंगे आगे? मंदिर में। इधर से? हाँ जाइए।
അതുവഴിയല്ല അമ്പലത്തിൽ പോകണമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് അവന് എന്നെ ഇതുവഴി ആയിരിക്കും. ഞാൻ നേരത്തെ വീൽ ചെയറിലാണ് പോയത്. ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ എൻ്റെ ഫ്രണ്ടും ഒക്കെ ഞങ്ങൾ 3 പേര് വീൽ ചെയറിലാണ്. ഇനിയിപ്പം ഇങ്ങോട്ടാണ് മന്ദിർ. ഇവിടെ നിന്നിപ്പം കാണാൻ പറ്റുമോ കയറ്റുമോ നോക്കട്ടെ. മൊബൈൽ അന്തർ ഇതുവഴി കയറുമെന്ന് പറയുന്നു. മൊബൈൽ നോക്കട്ടെ. മോൻ്റെ ബാഗ് എവിടെ കൊടുത്തു. മൊബൈൽ ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ബാഗ് എടുക്കട്ടെ. ബാഗ് വരുന്നുണ്ട് നോക്കട്ടെ. ഈ ബാഗ് എവിടെ വന്നാലോ. ഹലോ ബാഗ്. താങ്ക് യു. भाई पावर ऑफ बीजेपी इसी जगह से 5 साल से लोग लड़े मरे हैं भाई. അപ്പം ഞാനിങ്ങനെ പേടിച്ച് പോവുകയാണ്. എവിടം വരെ കയറ്റുമെന്ന് അറിഞ്ഞൂടാ. അവിടെ ലോക്കറുണ്ട് കേട്ടോ. ആ ലോക്കർ വരെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു പോകും. കണ്ട ഇവിടെ നിന്ന് കണ്ട അവിടെ കുറേ ലോക്കർ വെച്ചിരിക്കുന്നുണ്ട്. ആ ലോക്കറിൽ പോയി സാധനം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഉണ്ട്. ഇവിടെ മങ്കികളൊക്കെ കണ്ടിരിക്കുന്നത് രണ്ട് മരത്തിൽ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഞാനിനി തിരിച്ചു പോവുകയാണ്. ഇതുവരെ എല്ലാവർക്കും കണ്ടതിന് വളരെ സന്തോഷം. ബൈ.